ഹലോ ഗൈസ്, നമ്മൾ ഈ വീഡിയോ തുടങ്ങുന്നതിനെക്കാട്ട് മുന്നേ ഒരു ഇമ്പോർട്ടൻ്റായ കാര്യം പറയാനുണ്ട്. വേറൊന്നല്ല, നമ്മുടെ ഈ ചാനലിൽ ജോക്കർ വൈറ്റിയിൽ 2 കണ്ടൻറ്റാണ് ഇടുന്നത്. ഒന്ന് മ്യൂസിക്, മൊത്തം ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക്സാണ്. പിന്നെ നമ്മുടെ CPM കാർപ്പാക്കി മൾട്ടിപ്ലെയറിൻ്റെ ഗെയിം കണ്ടൻറ്റും. ഇനി ആദ്യം പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കാനില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ ഗൈസ്, നമ്മൾ ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അവൻ 1000 രൂപ വന്നുകൊണ്ട് നമുക്ക് നേരെ അവൻ്റെ അടുത്തേക്ക് പോവാം. നമുക്ക് അവൻ്റെ അടുത്ത് പോയിട്ട് ഇനി കാര്യം ചോദിക്കാം, വണ്ടിയൊക്കെ സെറ്റായോ എന്ന്. അവൻ അവിടെ ഉണ്ട്. അവൻ എനിക്ക് തോന്നുന്നത് അവൻ്റെ ബൈക്ക് കണ്ടായിരുന്നു. ഈ CPM അധികം ബൈക്കൊന്നുമില്ല, അവന് മാത്രമാണ് ഇങ്ങനത്തെ ബൈക്കൊക്കെ ഇല്ലേ. മച്ചാനെ സുഖല്ലേ, എങ്ങനെയുണ്ട്? വണ്ടിയൊക്കെ സെറ്റ് പണത് കഴിഞ്ഞോ? ഓടോ എല്ലാം പണിയും കഴിഞ്ഞുണ്ട്. വണ്ടിയൊക്കെ സെറ്റായതാ അവിടെ ഇരിക്കണ്. ആടാ താങ്ക്സറാ, ഞാൻ ഈ 1000 രൂപ വന്നുകൊണ്ട് ഈ ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടാ. ഡ്രസ്സൊക്കെ വാങ്ങിച്ചില്ലേ? നീ അടിച്ചു പൊളിക്കുക. വണ്ടി ഞാൻ കുറച്ച് പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാൻ നോക്കിക്കോ. ആ ശരിടാ, പണി ചെയ്തിട്ടുണ്ടെന്നോ? എന്താവും പണി ചെയ്തേ? എൻ്റെ അമ്മോ, ജോക്കറിനൊക്കെ അടിച്ചിട്ടുണ്ടല്ലോ. പിന്നെ ഫ്രണ്ടിലാവൻ പറഞ്ഞതാണല്ലോ, ഫ്രണ്ടിലത്തെ ബാക്കിൽ ഡോറൊന്നും അവന് ചെയ്യാൻ പറ്റില്ല, കാരണം അത് നല്ല പണിയായി കിടക്കാണ്. പിന്നെ നല്ല കാശും ആവശ്യമുണ്ട്. എൻ്റെ അമ്മ ജോക്കറിനൊക്കെ അടിച്ച് യൂട്യൂബിൻ്റെ ലോഗോ, ഇവിടെ ബെൻസിൻ്റെ ലോഗോ ചെറിയ പ്രശ്നമുണ്ട്, എന്നാലും കുഴപ്പമില്ല. മച്ചാനെ അടിപൊളിയായി പണിതുണ്ട്, എനിക്കൊന്നും പറയാനില്ല. താങ്ക്സറാ, പക്ഷെ എൻ്റെ കാശൊന്നും ഇല്ലാടാ, നീ എക്സ്ട്രാ ചെയ്തതിന്. കാശിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിൽ? ഞാൻ നിനക്ക് വേണ്ടി ചെയ്തതാ, നീ അതുകൊണ്ട് അടിച്ചു പൊളിക്ക്. എന്നിട്ട് ഈ കാശുകാരനൊക്കെ ആയിട്ട് പച്ചാനെങ്കിൽ കുറച്ച് കാശൊക്കെ തന്നാ മതി. അതിപ്പോൾ ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ എന്തായാലും നിനക്ക് വരും മച്ചാനെ. താങ്ക്സ്ടാ, നീ ഈ ഡ്രസ്സൊക്കെ വാങ്ങാൻ കാശ് തന്നതിന് പിന്നെ കാറൊക്കെ സെറ്റാക്കി തന്നാണ്. അപ്പം ഞാൻ പോട്ടറാ. ശരി, ബൈ, പിന്നെ കാണാം. ആ ഗൈസ്, നമുക്കപ്പോൾ വണ്ടി എടുത്ത് നൈസായി പോവാം. എടാ, വണ്ടിയെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അവൻ ഇന്ത്യയിലൊക്കെ എനിക്ക് തോന്നുന്നു അവൻ ഉള്ളിലൊക്കെ തുടച്ചിട്ടുണ്ടെന്ന്, നല്ല ക്ലീനായിട്ടുണ്ട്. അത് നല്ലതാണ്. നമുക്ക് ടാക്സി ഡ്രൈവിന് പോകേണ്ടതാണ് ഗൈസ്. നമുക്കപ്പോൾ നേരെ സിറ്റി വണ്ണിൽ നേരെ ഡോണറ്റ് ഷോപ്പിൻ്റെ അവിടേക്ക് പോവാം ഗൈസ്. എടാ ബൈഡാ, നമുക്ക് നേരെ പോവാം ഗൈസ്. എടാ നിങ്ങൾ കാണണ്ട ഗൈസ്, വണ്ടി പൊട്ടണ്. എൻ്റെ അമ്മ, വണ്ടിയുടെ ടർബോ ഐറ്റംസ് ഒക്കെ ശരിയാക്കിയിട്ടുണ്ട്. അവൻ നമ്മുടെ ചങ്ക് ഫ്രണ്ടാണ് ഗൈസ്. അയ്യോ, സ്പീഡ് കുറച്ച് കൂടുതലാണ്, കൺട്രോളിങ് നല്ല പാടാണ്. നമുക്കെന്തായാലും ആദ്യം ചെറിയ ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ ചെയ്യാം ഗൈസ്. ഇനി എന്തായാലും ചെറിയ ഇടിയൊക്കെ പറ്റിക്കഴിഞ്ഞാൽ കാർ സർവീസിന് അധികം കാശാവില്ല, അതിനൊരു $100 ആവില്ലു. നമുക്കെന്തായാലും ഡോണറ്റിൻ്റെ അവിടെ പോയി നോക്കാം. ഡോണറ്റിനവിടെ ഒരു 2000 സംതിങ് എന്തോ കിട്ടുമായിരിക്കും, കാരണം നമ്മളെന്തായാലും ഇന്ന് പണിയെടുത്താണല്ലോ. നമ്മളപ്പോൾ നേരത്തെ വാങ്ങുന്നുണ്ട് കാശൊക്കെ. ഞാൻ ഇന്നലെ നമുക്ക് കാശൊക്കെ നേരത്തെ വാങ്ങാൻ പറ്റുമെന്ന്. നമുക്കെന്തായാലും പോവാം. എനിക്കറിയില്ല ഗൈസ്, വഴി കാര്യങ്ങളൊന്നും എനിക്കറിയില്ല, എന്നാലും നമ്മളിപ്പോൾ എത്തും ഗൈസ്. ഓക്കേ, ഈ വഴിയാണോന്ന് സംശയം. അല്ലല്ല, നേരെ പോകേണ്ടി വരും ഗൈസ്. ഈ വഴിയാണ് ഗൈസ്. അതെ, ഈ തിരിവാണ് ഗൈസ്. ഇതാണ് എൻ്റെ ഒരു മനസ്സിലുള്ളത്. ഇതന്നെയല്ലേ? ഇവിടെ എന്താ ആൾക്കാരൊന്നുമില്ലാത്ത? സാധാരണ ആൾക്കാരുണ്ടാവാറാണല്ലോ ഗൈസ്. വഴി തെച്ചി, നമുക്കിനി എന്തായാലും തിരിക്കാം. വഴി തെച്ചി. ഈ വണ്ടി കൊള്ളാം ഗൈസ്. നേരത്തേനെക്കാട്ടും നല്ല സ്പീഡ് ഗൈസ്. തൊട്ട് കഴിഞ്ഞാൽ അപ്പം പറക്കും. പിന്നെ അടിപൊളി ബാക്കിൽ നിന്ന് ഫ്ലെയിമും ഫയറൊക്കെ വരുന്നുണ്ട്, പൊട്ടിക്കാനൊക്കെ പറ്റും. നമ്മളതെന്തായാലും ജോക്കറിനൊക്കെ അടിച്ചാണ് ഗൈസ്. നമുക്ക് ഫുൾ ബ്ലാക്ക് പെയിൻറ്റ് അടിക്കണമെന്നാണ് എനിക്ക് ആഗ്രഹം. ഡോറൊക്കെ നമ്മൾ ഫുൾ ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചിട്ട് നമ്മളെന്തായാലും ജോക്കറിനെ വണ്ടി സെറ്റാവും, കാരണം നമ്മുടെ ആ വണ്ടിക്ക് ഒരു ഒഫീഷ്യൽ ലുക്ക് കിട്ടണം. പിന്നെ നമ്മൾ കാർ ഷോക്കൊക്കെ വേറെ വണ്ടി വാങ്ങണമെന്നുണ്ട്. നമുക്കൊക്കെ മെല്ലെ സെറ്റാവാം ഗൈസ്. ഓക്കെ, എന്തായാലും അടുത്ത എപ്പിസോഡ് നമ്മളെന്തായാലും ഒരു വീടും കാര്യമൊക്കെ വാങ്ങുന്നതായിരിക്കും ഗൈസ്. സൂപ്പറൊക്കെ പോകണുണ്ടോ? എൻ്റെ അമ്മ ഇപ്പോൾ പിടിച്ചാൽ സൂപ്പറാ. എടാ, സൂപ്പറെ ഓടിക്കണ ആളെന്തോ കുടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. എങ്ങനെ പോകണ ഗൈസ്? വീണ്ടും വഴി തെച്ചി ഗൈസ്. നമുക്ക് ഞാൻ അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. നമ്മളവിടെ എത്തിയിട്ടുണ്ട്. കുറച്ച് നേരെ എടുത്ത് വഴിയെ കണ്ടുപിടിക്കാം. നമുക്കെന്തായാലും ഇതാദ്യം ടെസ്റ്റ് ഡ്രൈവൊക്കെ ചെയ്ത് നോക്കാം. അതിനെങ്ങാട്ടും പിന്നെ നമുക്ക് ഡോണറ്റിക്ക് പോകണം ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ 2000 ഉണ്ടാവും. നമുക്ക് എന്തായാലും ഡോണറ്റിലൊക്കെ കയറി നോക്കാം. ഈ ഡ്രസ്സിലും എൻ്റെ ഈ വണ്ടിയിലും കാണാം ഒരു രക്ഷയില്ലാത്ത ലുക്ക്. പിന്നെ ജോക്കറിനൊക്കെ എഴുതിയ കാരണം യൂട്യൂബിൻ്റെ ലോഗൊക്കെ. നമുക്ക് വേഗം നടന്നു പോകാം. എടാ, ഇതിൻ്റെ അകത്ത് ഒരാളില്ലാടെ, പുറത്ത് മാത്രം ആൾ. എൻ്റെ അമ്മോ, ഇവിടെ ഒരാളില്ല. പുറത്ത് നോക്കി
എന്ത് തിരക്കാന്ന്. എടാ എടാ മച്ചാനെ, അകത്തൊക്കെ കയറി ഇടയ്ക്ക് ഫുഡ് കഴിക്കും ബ്രോ. ഗൈസ് ചെക്കൻ ടറാണ്, അവൻ ഫോണിലായിരുന്നു, ഞാൻ ആ കാര്യം മറന്നു. എന്തായാലും നമുക്ക് കാശ് കിട്ടുന്നുണ്ട് ഗൈസ്. കണ്ട ഗൈസ്, ഡോണറ്റിൽ എന്തായാലും കാശ് വേഗം വന്നുകൊണ്ടിരിക്കും. പക്ഷെ ഇവിടെ ആൾക്കാർ കുറവാണെന്നേ. നമുക്കെന്തായാലും ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടി ഇങ്ങനെ പോയി നോക്കാം. പറ്റുകയാണെങ്കിൽ നമുക്ക് ഡ്രിഫ്റ്റ് ചെയ്താലോ ഗൈസ്, നമുക്ക് ഡ്രിഫ്റ്റ് ചെയ്താലോ ഈ വണ്ടിയിൽ. എഡിറ്റ് കഴിഞ്ഞ് സർവീസ് ഇപ്പോൾ തൽക്കാലത്തേക്ക് കാശൊക്കെ ഉണ്ട്. നമ്മളെന്തായാലും ടാക്സിയൊക്കെ ഓടുന്നതായിരിക്കും. എന്തായാലും അടുത്ത ഇതിൽ ഞാൻ എന്തായാലും ഒരു വീട് വാങ്ങാനുള്ള ഇതിലായിരിക്കും എന്തായാലും വരാം. എന്തായാലും ഒരു സെറ്റ് സ്ഥലത്ത് വീടൊക്കെ വാങ്ങണം. നമുക്ക് എന്തായാലും നേരെ ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം ഗൈസ്. ഓക്കെ, നമുക്ക് നേരെ ഡ്രിഫ്റ്റ് മോഡാക്കാം, ഡ്രിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എൻ്റെ അമ്മ ഗൈസ്, ഡ്രിഫ്റ്റ് ചെയ്യാടാ. ഏതാ മോനെ ഞാൻ ഡ്രിഫ്റ്റ് ഗൈസ്. നമുക്ക് ഡ്രിഫ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ കണ്ടോ, ഞാൻ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് സെറ്റൊരു പാട്ട് വെക്കാം. ഗൈസ് വണ്ടി നൈസായി ഇടിച്ചിട്ടുണ്ട്. നമുക്ക് ഡ്രിഫ്റ്റ് മൂഡിൽ നിന്ന് മാറ്റാം. നമുക്ക് നേരെ ഫസ്റ്റ് വേഷനിൽ പോയിട്ട് നേരെ കാർ സർവീസിൽ പോകാം. എത്രയാവുമെന്നറിയില്ല, എന്തായാലും അധികം ഒന്നും ആവില്ല ഗൈസ്. ഈ വണ്ടി പിടിച്ചാൽ കിട്ടാനുള്ള എനിക്ക് തോന്നുന്നു ടയർ തേഞ്ഞ് പോയിരുന്നു. ഇനി ടയർ സർവീസ് ചെയ്യാൻ കാശ് വേണം അത്യാവശ്യത്തിന്. എന്തായാലും നമുക്ക് ടാക്സിയൊക്കെ ഓടിയിട്ട് അടുത്ത എപ്പിസോഡിലൊരു വീടും വാങ്ങണം, പിന്നെ ടയറൊക്കെ സർവീസ് ചെയ്യണം. നമുക്ക് പിന്നെ സ്വന്തം ഒരു ബിസിനസ്സും വാങ്ങണം ഗൈസ്. നമ്മളെന്തായാലും വണ്ടി സർവീസ് ഉണ്ട്. എടാ ഇവിടേക്ക് എന്ത് തിരക്കാടേ. നിങ്ങൾക്കൊക്കെ ഇവിടെ ഡോണറ്റിൽ പോയി നിന്നുകൂടി, അപ്പോൾ എനിക്ക് കുറേ കാശ് കിട്ടും ഗൈസ്. നമുക്കിവിടെ ഷോർട്ട് കട്ട് ഉണ്ട്, നമുക്ക് ആ ഷോർട്ട് കട്ട് നേരെ പിടിക്കാം. നല്ല സ്പീഡിൽ പോട്ടെ ഈ വണ്ടി, പിന്നെ കൺട്രോളും കിട്ടില്ല ഗൈസ്. നമുക്കാദ്യം ക്യാമറ സംഭവം ശരിയാക്കാം. ഓക്കെ, നേരെ പോവാം ഗൈസ്. കേടാ ഇടിച്ചിടിച്ചിടിച്ചിടിച്ചി. ഓ ഭാഗ്യ, രക്ഷപ്പെട്ട്. നമ്മൾ കാർ മെക്കാനിക്കിൻ്റെ അവിടെ നമുക്കിവിടെ നേരെ പോയി നോക്കാം എങ്ങനെ ഉണ്ടാവുന്നു വണ്ടിയുടെ സ്പീഡൊക്കെ. എടാ ഈ വണ്ടി തൊട്ടപ്പം എന്നെ 105 കയറി. എനിക്കൊന്നും കുറേ ദൂരം പോവുകയാണെങ്കിൽ അത്യാവശ്യം കയറും, പക്ഷേ ഇവിടെ ട്രാഫിക്കാണ് ഗൈസ്. സിറ്റി 1 2 നല്ല ട്രാഫിക് ഉണ്ടാവും. ഹൈവേയിൽ പിന്നെ മൗണ്ടൈനിലൊക്കെ ട്രാഫിക് കുറവായിരിക്കും കൂടുതൽ. നമുക്കെന്തായാലും ടാക്സി പരിപാടി നോക്കി നോക്കാം. നമ്മൾ ടാക്സിയിലും കാര്യം ലോഗിനൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ലൈസൻസൊക്കെ ഉള്ള ഒരാളാണല്ലോ. നമ്മൾ നേരെ ഓക്കെ, ഇത് കണ്ട ഗൈസ്, ഇവിടെ കാണണ്ട, അതാണ് നമ്മുടെ കാറിൻ്റെ സ്റ്റോക്ക് ലുക്ക്. പക്ഷേ ഈ ഫസ്റ്റ് ഓണർ ചെയ്തേക്കണ കാണണം, സെറ്റ് ലുക്കായിട്ടുണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ആദ്യത്തെ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്. അധികം ദൂരം ഇല്ല, നമുക്ക് നേരെ പോവാം. നമുക്ക് ഇവിടെ റേറ്റിംഗ് ഒക്കെ കിട്ടും ഗൈസ്, റേറ്റിങ്ങും ടിപ്പൊക്കെ കിട്ടും. മിക്കതും ഞാൻ ഈ വീഡിയോ കണ്ട് മൊത്തം ഡ്രൈവിങ് ചെയ്തിട്ട് കാശുണ്ടാക്കി അടുത്ത വീഡിയോയിൽ നമ്മൾ വീട് വാങ്ങാനും പിന്നെ ബിസിനസ് വാങ്ങാനുള്ള കാശൊക്കെ ആവും ഗൈസ്. നേരെ തന്നെ പോവാം ഗൈസ്. ഓക്കെ, നൈസായി ഇടിച്ചിട്ടുന്നില്ല ഇവിടെ. നമുക്ക് പോവാം. ഇവിടെ അടുത്താണ്, പക്ഷേ എനിക്ക് തോന്നുന്നത് എവിടെ കയറണമെന്ന്. ഓക്കെ, ഇവിടെ കയറണമായിരിക്കും. ഇവിടെ അടുത്തായിട്ട് എവിടെയാണ് അവരുടെ ഏരിയ. ഓക്കെ ഗൈസ്, ഗൈസ് ഇവിടെ അടുത്തായിരുന്നു. എത്ര കിട്ടും നോക്കാം. ചേച്ചി ഇറങ്ങിക്കോ, ഇറങ്ങി ചേച്ചി, ഇറങ്ങി ചേച്ചി. ആ ഇപ്പം ചേച്ചി ഇറങ്ങിപ്പോയി. ഓക്കെ ഗൈസ്, നമുക്ക് റേറ്റിംഗ് ഒക്കെ കിട്ടി. ഇറ്റ്സ് എ നൈസ് ഡ്രൈവ് ടു. ഓക്കെ, നമ്മളുടെ കാർ നല്ല നൈസ് ഡ്രൈവ് ആണെന്നൊക്കെയാണ് പറയണത്. പിന്നെ കാർ പിന്നെ ഏറ്റവും അടിപൊളി കാറല്ലേ. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇവിടം വരെ ഇല്ലു. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ എന്തായാലും നാളെ വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.